വെള്ളം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. ഞങ്ങൾ ഫാമിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മ്യൂസിയത്തിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഇത്രയും പഴക്കം ചെന്നൊരു മ്യൂസിയമാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്നത്തെ കുറേ കാഴ്ചകൾ, പണ്ടത്തെ ബഹ്റിനിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കയറി ചെല്ലുമ്പോൾ ആ വലിയ ഗ്രൗണ്ടിൽ അപ്പുറത്തെ സൈഡിൽ മോസ്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പുറത്ത് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു എൻട്രൻസ് ആണ് മ്യൂസിയത്തിനകത്തേക്കുള്ളത്. അതെന്ത് വീഡിയോ എടുക്കാം? റിവേഴ്സ് പോകുന്ന സിനിമ എടുക്കാനായില്ല. ഈ ഒരു വലിയ മുറ്റമുണ്ട്, അതിന് നടുക്കായിട്ട് നല്ലൊരു മരം നിൽപ്പുണ്ട്. അപ്പം ഇതിന് സൈഡിലായിട്ടാണ് റൂമുകൾ വരുന്നത്. പഴയ ഡോറ്. പറയൂ. ഷേഖന്മാര് നമ്മൾ ഫസ്റ്റ് കാണുന്നത് മജ്ലിസാണ്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു വലിയ റൂമാണ്. എന്ത് രസം അതിനകം കാണാനല്ലേ. എന്തൊരു കൂളിങ്. കോയിൻസാ? ആ കൂളർ ഉണ്ടല്ലോ. ഇത് നമ്മൾ ഫസ്റ്റ് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ളൊരു റൂമാണ്. അപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വരുമ്പം ഇരിക്കാനും അവർക്ക് ഖാവ കുടിക്കുന്ന ആ ഒരു പാത്രമാണെന്ന് തോന്നുന്നത്. അത് പണ്ടത്തെ കാലത്തെ എന്തോ മെറ്റൽ കൊണ്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ അതെല്ലാം അവിടെ പഴയത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ആ ഏരിയയിലുള്ള കാര്യങ്ങളെപ്പറ്റി കറക്റ്റായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് വായിച്ച് നോക്കുമ്പോൾ അറബിയിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. കിച്ചൺ പാത്രങ്ങളൊക്കെ കണ്ടോ പണ്ടത്തെ. നമുക്ക് ഇഷ്ടമാണോ ഇതൊക്കെ? എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ദേ നമ്മുടെ നാട്ടിലെ പോലെ ഉരല് കണ്ടോ? ഉരല് ഒലക്കെ ഇത്രയും ഉണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. പിന്നെ ഇത് ഈ സംഭവം എന്തോ ഈ തൂക്കിയിട്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല എന്തുവാന്ന്. അത് ഫ്ലോറ് പൊടിക്കുന്നതാന്ന് തോന്നേ അല്ലേ? പെട്ടി ഓരോന്നൊക്കെ എടുത്ത് വെക്കുന്നേ. ഗ്ലാസ്, അത് മറ്റേ ഖാവ കുടിക്കുന്ന ഗ്ലാസ് അല്ലേ? ഇത് കണ്ടു. രക്ഷിടം വരുമ്പോൾ ചോദിക്കുന്നത് എന്തോ സംഭവം. മൊറം. അച്ഛനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ്. മച്ച് കണ്ടോ? ഇവിടെ നല്ല കൂളിംഗ് ആയിരിക്കും. ഇതെന്തോ ശ്രേഷ്ഠ? ഇത് എന്താ അൽദാറോ? ബെഡ്റൂമിന് പറയുന്ന അൽദാർ എന്നാ? അറ്റാച്ച്ഡ് ബാത്റൂം.
ഇതിനകത്ത് തന്നെ 3 ബെഡ്റൂമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ നമ്മുടെ കൊതുക് വലയില്ലേ, നെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഇതുപോലെ താഴെ ഇരുന്ന് സംസാരിക്കാനും ചായയൊക്കെ കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും നാട്ടിൽ വീട് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഒരു റൂം ആക്കണം. പിന്നെ നിലത്തൊക്കെ ഇരുന്ന് കുഷ്യനൊക്കെ ഇട്ടിരുന്ന് കഴിക്കാൻ, ചായയൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു ഏരിയ. പണ്ടത്തെ ഒരു തടി അലമാര കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ അലമാരയൊക്കെ പോലെ തന്നെ, പക്ഷേ ഇത്രയും പഴക്കമുള്ളൊരു അലമാര. ഏകദേശം അതുപോലൊക്കെ തന്നെ അല്ലേ. എല്ലാ റൂമിലെ സീലിംഗ് ഇത് സെയിം തന്നെയാണ്, ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് അധികം ചൂടൊന്നും എടുക്കത്തില്ലായിരിക്കും. നമ്മളിവിടെ കയറി വന്നപ്പം മജ്ലിസ് അല്ലേ, അവർ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു ഏരിയ. പിന്നെ 3 ബെഡ്റൂം ഉണ്ട്, ഒരു കിച്ചൺ, ഒരു സ്റ്റോർ റൂം, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടാണ്. പിന്നെ മുകളിലൊരു ബെഡ്റൂമും കൂടിയുണ്ട്. സ്റ്റെയർ കയറി, പുറത്തുനിന്ന് സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലണം. നമ്മുടെയൊക്കെ 2 നില വീട് കണക്കല്ല, സ്റ്റെയർ പുറത്തുനിന്നാണ്. ആ ഒരു റൂമിലേക്ക് ഇനി നമുക്ക് പോകാം. സ്റ്റെയർ ഇവിടെ ഇങ്ങനെ കബോർഡുകളും നല്ല രസമുണ്ട്. ഖുറാൻ വെച്ചിട്ടുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കണ്ടില്ലേ ഒരു ടേബിള്, പിന്നെ ഇങ്ങനെ നിലത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇതെന്തോ സമ്മർ റൂം. ഇത് ബെഡ്. ഇവിടെ റൂഫ് വന്നിട്ട് നമ്മുടെ ഈ പഴയ ഓല കൊണ്ടുള്ള സംഭവമാണ്, അപ്പോൾ ചൂടങ്ങനെ അധികം വരത്തില്ല. അയ്യോ അണയ്ക്കുന്ന, ഞാൻ സ്റ്റെപ്പ് കയറി വന്നിട്ട് ദ എയർ ഫ്ലോ ഇൻ ടു ദ റൂം ഡ്യൂറിങ് ദ സമ്മർ സീസൺ. വിളക്ക്, ചെറിയ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തടി അലമാരി കണ്ടോ, നല്ല രസമുണ്ടല്ലേ. പണ്ടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കാണാൻ പറ്റുമേ. ആമി താഴെ എന്നെ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു. ഞാൻ മാത്രമായിട്ട് മുകളിലോട്ട് കയറിയാണ്, അവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിനി താഴോട്ട് പോകാം. പറഞ്ഞു, നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ ഡിസൈനിങ് ഒക്കെ ചെയ്തുണ്ടാക്കി പോയി കണ്ടിട്ട് വാ റൂം. അച്ഛൻ എന്ത് ചെയ്യടാ? ഓ ഇത് വന്നിട്ട് ഇവിടുത്തെ സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നു കേട്ടോ, എഴുതിയിട്ടില്ലല്ലോ. പാത്രങ്ങൾ വെച്ചിരിക്കുന്നുണ്ടോ? ഒരു ചെറിയ കലം തൊട്ട് വലിയ കലം വരെയുണ്ട്. പിന്നെ ഈ ട്രേ പോലത്തെ പാത്രങ്ങളുണ്ട്. ഇത് നമ്മുടെ കണ്ണാപ്പ ഇല്ലേ, അരിക്കാനുള്ള, ചോറരിക്കാനുള്ള കണ്ണാപ്പ. പിന്നെ വേറെ ഒരു സെറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഈ തൂക്കിയിട്ടിരിക്കുന്ന സംഭവം എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതാ പഴയ പായ, ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ പോലെ കിണ്ടി മൊന്തായൊക്കെ ഇല്ലേ, തവി. കുറേ കൊട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഒരലും ഒലക്കയും ഭരണികൾ, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നത്തെ ഭരണികൾ. പിന്നെ നമ്മൾ നാട്ടിൽ നെല്ലൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലത്തെ ഒരു വലിയ പെട്ടിയുടെ പുറത്താണ് ഇരിക്കുന്നത്. കണ്ട, ഇതിൻ്റെ റൂഫ് സെയിം തന്നെ. ഇങ്ങോട്ട് ഒട്ടകവും ഒക്കെ വളർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇവിടെ കുതിരയൊക്കെ ആയിരുന്നായിരിക്കും, നമുക്കറിയത്തില്ല. ഇതെന്തുവാ? ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇവിടെയൊക്കെ പോയി കാണാൻ നല്ല രസമാണ് കേട്ടോ. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പുറത്തൊക്കെ ഇറങ്ങാൻ അത്ര താല്പര്യം കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ടൈമാണ്, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 2:30 ആയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം തപ്പിയാണ് പോകുന്നത്. എവിടേക്ക് പോകണം എന്നൊരു പ്ലാനിങ് ഇല്ല. കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം നമ്മൾ ബുദയ്യ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇന്ന് നമ്മൾ പൊതിച്ചോറ് കഴിക്കുന്നത്.
ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. തണുപ്പുള്ളത് കൊണ്ട് ഈ ഒരു മരം കണ്ടുപിടിച്ച് അതിൻ്റെ ചോട്ടിൽ ഞങ്ങൾ പായൊക്കെ ഇട്ട് സെറ്റാക്കി എല്ലാം എടുത്തു വെച്ചു. പൊതിച്ചോറ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ സെപ്പറേറ്റ് പാത്രത്തിലൊക്കെ കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ വലിയൊരു ക്യാൻ നിറയെ വെള്ളം വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈ കഴുകാനും എല്ലാം വേണമല്ലോ, കുടിക്കാനും എല്ലാം നല്ല നല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായിൽ ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പേപ്പർ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലാണ് ഇരുന്ന് കഴിച്ചത്. എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. അപ്പം അതിനു മുമ്പേ ആമിയൊക്കെ സൈഡിൽ ഇവിടെ പേപ്പറൊന്നും ഇടാതൊക്കെ അങ്ങ് ഇരുന്നു. ക്യാമറയുടെ മുന്നിൽ ഒന്ന് വന്നത് കേട്ടോ. ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് പൊതിച്ചോറെല്ലാം എടുത്തു വെച്ചുകൊണ്ട് വന്ന സുരേഷനായതുകൊണ്ട് ഓരോരുത്തരുടെയും പേരനുസരിച്ചിട്ട് വിളിച്ച് എടുത്തു കൊടുക്കുക. നമ്മൾ ഹാജർ വിളിക്കുന്ന കണക്ക് ഓരോരുത്തർക്കും ഉള്ളത് എടുത്തു കൊടുക്കുവാണ്. എന്താണെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീലല്ല. പുറത്തിങ്ങനെ പോയി നിലത്തൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ കൂടിയിരുന്ന് എപ്പോഴും നമ്മൾ വീട്ടിൽ 3 പേര് മാത്രം ഇരുന്നല്ല കഴിക്കുന്നത്. അത് വെച്ചിട്ടൊരു ഭയങ്കര വ്യത്യാസമുള്ള നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര സന്തോഷമാക്കുന്ന ഒരു, അതിനപ്പുറം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു അടുത്ത് തന്നെ വേറൊരു ട്രിപ്പ് കൂടി നമുക്ക് സെറ്റാക്കണമെന്ന്. ഇതിപ്പോൾ ഓരോരുത്തരും ഓർക്കും, വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഭയങ്കര അടിച്ചുപൊളി ലൈഫാണല്ലോ അവിടെയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വലിയ നമുക്ക് പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചോറും കറികളൊക്കെ പൊതിഞ്ഞ് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യുക വേണ്ട. അതിനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായേച്ചാൽ മതി. പിന്നെ എല്ലാവരുടെയും ഒരു സാഹചര്യം ജോലിയില്ലാത്ത ദിവസം നോക്കി തിരഞ്ഞെടുത്ത് അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു മനസ്സ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നോളൂ. പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇതൊന്നും പറയാൻ താല്പര്യം ഉണ്ടാവത്തില്ലല്ലോ, ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജനിച്ചു വളർന്നത് തന്നെ ഒരുപാട് ആൾക്കാരുള്ള വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതും എല്ലാം. പണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത്. ഇനി നമ്മുടെ പൊതിച്ചോറിനെ പറ്റി പറയാം കേട്ടോ. ഉച്ചയ്ക്ക് കുറേ സമയം ഇങ്ങനെ ഇരുന്നല്ലോ, അപ്പോൾ പൊതിയൊക്കെ തുറന്നപ്പോഴത്തേക്കും നല്ല മണമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച പൊതിച്ചോറിന് ഇത്ര ടേസ്റ്റൊന്നും കിട്ടത്തില്ല കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ വിശന്നിട്ട് കഴിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയാണല്ലോ. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, കുറച്ചപ്പുറത്ത് മാറിയിട്ട് ഒരു തമിഴ് ഫാമിലി, അവർ നമ്മളെക്കാൾ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു, കുറേ കുട്ടികളുമൊക്കെ ആയിട്ട്. അവരും ഇതുപോലെ തന്നെ ഫുഡൊക്കെ ആയിട്ട് വന്ന്, പക്ഷെ അവർ പായൊന്നും ഇട്ടില്ല കേട്ടോ. ഈ മണ്ണിൽ പുല്ലിൽ തന്നെ ഇരുന്നിട്ട് അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നേ. അപ്പം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചൂട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ മാളിലൊക്കെ പോകാൻ മാത്രമല്ലേ പറ്റുള്ളൂ. നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് 2-3 പൂച്ചയൊക്കെ അവിടെ വന്നായിരുന്നേ. ആമി അപ്പം മീൻ മുള്ളൊക്കെ ഇട്ട് കൊടുത്ത്. പക്ഷേ ഇത് ഇച്ചിരിയും കൂടെ ഗൾഫിലെ പൂച്ച തന്നെയാണ്, അത് മുള്ളൊന്നും കൊടുത്തിട്ട് തിന്നുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മീനൊക്കെ കൊടുത്തു. ഞാൻ മിക്സ് എടുക്കുന്നു. ഐസ്ക്രീം വാങ്ങിക്കാൻ ഓടും നോട്ടം കണ്ടോ. കാരി ഐസ്ക്രീം കാരി മിക്സ് ആണോ വാങ്ങിച്ചേ? പിന്നെ ഇതേതൊക്കെയാ? സ്ട്രോബെറി വാങ്ങിച്ചല്ലോ. സ്പൂണ് വേണ്ട. ആമി വിളിച്ചിരിക്കുന്നു. വിളിച്ച ആളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കിട്ടി. ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 4:30 ആയിരുന്നു. ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് കൊല്ലം ഷാഫിയുടെ ഗാനമേള സമാജത്തിലുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബഹ്റിൻ മലയാളി 369 എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.